എൻ്റെ വീട്ടിൽ എല്ലാവർക്കും തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഈ സുഖിയൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതിനായിട്ട് 2 കപ്പ് ചെറുപയർ 5-6 മണിക്കൂർ സമയം കുതിർത്തതിന് ശേഷം നികത്തി വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് സമയം ഞാൻ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കും. വെള്ളം മുഴുവനായിട്ടും വറ്റിയിട്ടില്ല. അതിലേക്ക് 1.5 കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. അതിനുശേഷം 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകം പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴേക്കും ഏലക്കാപ്പൊടിയൊക്കെ കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ട് വരും. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കി കൊടുക്കണ്ട. അതിനുശേഷം ഇത് തണുക്കാൻ വെച്ചിട്ട് ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. മൈദ എടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 നുള്ള് ഉപ്പും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി പുട്ടുപൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ വരും. അപ്പത്തിൻ്റെ പൊടി ചേർത്താലും മതി. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. ഇനി തണുത്ത് കഴിയുമ്പോൾ ഇതെല്ലാം തന്നെ ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുളകളാക്കി മൈദയിൽ മുക്കി നിങ്ങൾക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് സമയം ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയിലും ക്രിസ്പിയിലുള്ള സുഖിയൻ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തില്ലേ. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്തോളൂ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.